ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ 12:30-ക്കാണ് ഈ സെഷന് അവസാനിപ്പിക്കാനായിട്ട് സഹോദരന്മാർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ രാവിലെ മുതൽ കേട്ടുകൊണ്ടിരുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായിട്ട് നമ്മൾ ഒരുങ്ങുന്നതിനെ കുറിച്ചാണല്ലോ. കർത്താവിൻ്റെ വരവ്, രണ്ടാം വരവ്, അത് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന കാലത്ത് തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ തൻ്റെ ശിഷ്യന്മാർ തൻ്റെ അടുക്കൽ വന്ന് അതിൻ്റെ ലക്ഷണം എന്താണ്, ലോകാവസാനത്തിൻ്റെ ലക്ഷണം എന്താണ് എന്നൊക്കെ കർത്താവിനോട് സ്വകാര്യമായി ചോദിച്ചതിനെക്കുറിച്ച് സുവിശേഷങ്ങളിൽ സത്യസന്ധതയോടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. മത്തായി എഴുതിയ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ കർത്താവ് അവരുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറയുന്ന കാര്യം അതിൻ്റെ 6-7 വാക്യങ്ങളിൽ നമ്മളെ കാണുന്നു. എന്തായിരുന്നു അവരുടെ ചോദ്യം? അവരുടെ ചോദ്യം, കർത്താവെ, ഇതൊക്കെ സംഭവിക്കുന്നത് എപ്പോഴാണ് എന്നവരോട് അവർ വന്ന് കർത്താവിനോട് സ്വകാര്യമായിട്ട് ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്ന് അതെപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണമെന്നും അപേക്ഷിച്ചു എന്ന് 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണും. തുടർന്ന് കർത്താവ് അതിൻ്റെ 6-7 വാക്യങ്ങളിൽ ലോകാവസാനത്തിൻ്റെ അല്ലെങ്കിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ പല ലക്ഷണങ്ങൾ വേഗത്തിൽ പറഞ്ഞു പോയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. 6-ാമത്തെ വാക്യം, 6-7 വാക്യങ്ങൾ വായിക്കുന്നു. മത്തായി 24:6-7 വാക്യങ്ങൾ. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ അവസാനത്തിൻ്റെ ഒരു ലക്ഷണം എന്താണ്? യുദ്ധങ്ങൾ ഉണ്ടാകും എന്നാണ് അവിടെ പറയുന്നത്. അത് കഴിഞ്ഞ് അവിടെ നമ്മൾ കാണുന്നത്, നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ച് യുദ്ധശ്രുതികളെക്കുറിച്ച് കേൾക്കും, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെയായി ഉണ്ടാകും, ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമാണ് എന്ന് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നു. ഞാനതിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് ചുരുക്കത്തിൽ വായിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇതാ കർത്താവിൻ്റെ രണ്ടാം വരവിന് മുമ്പുള്ള ചില ലക്ഷണങ്ങൾ കർത്താവ് വേഗത്തിൽ പറഞ്ഞിരിക്കുന്നു. ഒന്ന്, യുദ്ധങ്ങളാണ്. രണ്ടെന്താ? 2 പ്രകൃതി ക്ഷാമങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നു. മൂന്നാമത് നമ്മൾ കാണുന്നത് എന്താ? അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ക്ഷാമം എന്നുള്ള കഴിഞ്ഞിട്ട് ഭൂകമ്പം, പ്രകൃതിക്ഷോഭങ്ങളെക്കുറിച്ച് പറയുന്നു. കണ്ടോ? അപ്പോൾ ഇവിടെ 1-2 വാക്യത്തിൽ തന്നെ കർത്താവ് യുദ്ധം ഉണ്ടാകും, ക്ഷാമം ഉണ്ടാകും, പ്രകൃതിക്ഷോഭം ഉണ്ടാകും എന്നെല്ലാം തൻ്റെ വരവിൻ്റെ അടയാളമായിട്ട് പറഞ്ഞിരിക്കുന്നു. നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് ദാനിയേലിൻ്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ അന്ത്യകാലത്തിൻ്റെ വേറെ 2 ലക്ഷണങ്ങൾ വളരെ വേഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകത്തിലെ ഒടുവിലത്തെ അധ്യായമാണ് 12-ാമത്തെ അധ്യായം. അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നോക്കുക. നീയോ ദാനിയേലേ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക. പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അന്ത്യകാലത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് ജ്ഞാനം വർദ്ധിക്കും. ഇന്ന് നോക്കുക, നമ്മുടെ ചുറ്റുപാടുമൊക്കെ എന്തെല്ലാം തരത്തിലാണ് നമ്മൾ നേരത്തെ കേട്ടിട്ടില്ലാത്ത തലയിൽ വലിയ ജ്ഞാനത്തിൻ്റെ, നമുക്ക് കേട്ടാൽ അത്ഭുതം തോന്നത്തക്ക നിലയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. ജ്ഞാനം വർദ്ധിക്കുന്നു. ഈ ജ്ഞാനം വർദ്ധിക്കുന്നത് എന്തിൻ്റെ ലക്ഷണമാണ്? കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് അടുത്തു എന്നതിൻ്റെ ലക്ഷണമാണെന്നാണ് ദാനിയേൽ പറയുന്നത്. അവിടെ തന്നെ നമ്മൾ മലയാളം ബൈബിളിൽ വിട്ടുപോയതും ഇംഗ്ലീഷ് ബൈബിളിൽ അവിടെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നതുമായ മറ്റൊരു ലക്ഷണമുണ്ട്. അതെന്താ? ലോകസഞ്ചാരം വർദ്ധിക്കും. ഈ 12-ന്റെ 4 തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മെനി വിൽ ഗോ ഹിയർ ആൻഡ് ദെയർ.
എന്ന് ഇംഗ്ലീഷിൽ ബൈബിളിൽ നമ്മളവിടെ കാണുന്നു. അതേസമയം മലയാളത്തിൽ ആ കാര്യം അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. അവിടെ ജ്ഞാനതൃഷ്ണ വർദ്ധിക്കും എന്ന കാര്യം മാത്രമേ ഉള്ളൂ. എന്നാൽ ഇംഗ്ലീഷുമായിട്ട് ചേർത്ത് വായിക്കുമ്പോൾ ജ്ഞാനം വർദ്ധിക്കും, ജ്ഞാനത്തോനായിട്ടുള്ള ഒരു തൃഷ്ണ വർദ്ധിക്കും എന്നത് കൂടാതെ വർദ്ധിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്താ? ലോകസഞ്ചാരം. നമുക്കറിയാം, ഇന്ന് ചെറുപ്പക്കാരുമൊക്കെ എത്രയോ ഇടങ്ങളിലൊക്കെയാണ് പോകുന്നത്. ലോകസഞ്ചാരം പഴയതിനേക്കാൾ വർദ്ധിച്ചിരിക്കുന്നു. നോക്കുക, ഇവിടെ നമ്മൾ വളരെ വേഗത്തിൽ പല കാര്യങ്ങൾ വായിച്ചു പോകുമ്പോൾ നമ്മൾ യുദ്ധങ്ങളുണ്ടാകും, അതുപോലെ ക്ഷാമമുണ്ടാകും, പ്രകൃതിക്ഷോഭങ്ങളുണ്ടാകും, ജ്ഞാനത്തിൻ്റെ വർധന ഉണ്ടാകും, ലോകസഞ്ചാരം വർദ്ധിക്കും. 5 കൂട്ടം കാര്യങ്ങൾ നമ്മൾ ഇവിടെ തന്നെ പറഞ്ഞു. 2 തീമോഥെയോസ് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 2 തീമോഥെയോസ് 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മളവിടെ അന്ത്യകാലത്തിൻ്റെ ഒരു ലക്ഷണം അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് വളരെ പരിചിതമാണ്. നമ്മൾ പുതിയ നിയമത്തിലെ ആയതുകൊണ്ട് നമ്മളൊക്കെയും അത് എടുത്ത് പലപ്പോഴും വായിക്കാറുള്ളതാണ്. 2 തീമോഥെയോസ് 3-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം, 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അന്ത്യകാലത്ത് എന്തുണ്ടാകും? ദുർഘട സമയങ്ങൾ വരുമെന്നറിയാം. നമുക്ക് വളരെ പരിചിതമായ വാക്യമാണ് അന്ത്യകാലത്തെക്കുറിച്ചുള്ള ഒരു വാക്യം. അവിടെ എന്താ? അവിടെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്കിലും ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം, അവർ ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായിത്തീരും. ആ നിലയിൽ അവര് ആ നിലയിൽ ഉള്ള ഭോഗപ്രിയരായിട്ട്, സുഖഭോഗ തൃഷ്ണയുള്ളവരായിട്ട് അവരായിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഇതേവരെ വളരെ വേഗത്തിൽ കർത്താവിൻ്റെ 2ാമത്തെ വരവിന്, ലോകാവസാനത്തിന് ലക്ഷണങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്ന 6 കൂട്ടം കാര്യങ്ങൾ നമ്മൾ വളരെ വേഗത്തിൽ പറഞ്ഞു. ഒന്നെന്താ പറഞ്ഞത്? മത്തായി 24-ന്റെ 6-7 വാക്യങ്ങളിൽ നിന്നാണ് യുദ്ധങ്ങൾ. അവിടെ തന്നെ നമ്മൾ കണ്ടു ക്ഷാമത്തെക്കുറിച്ച് പറഞ്ഞിരിക്കും. 3-ാമത് നമ്മൾ കണ്ടു പ്രകൃതിക്ഷോഭങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കും. 4-ാമത് ദാനിയേൽ 12-ന്റെ 4-ൽ നമ്മൾ കണ്ടു അവിടെ ജ്ഞാനം വർദ്ധിക്കും എന്ന് കണ്ടു. അവിടെ ദാനിയേൽ 12-ന്റെ 4-ൽ തന്നെ ഇംഗ്ലീഷ് ബൈബിളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ അവിടെ ലോകസഞ്ചാരം വർദ്ധിക്കും എന്ന് കണ്ടു. 2 തീമോഥെയോസ് 3-ന്റെ 4 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എന്താ? സുഖഭോഗ തൃഷ്ണ വളരെ വർദ്ധിക്കും എന്ന് നമ്മൾ കണ്ടു. പ്രിയപ്പെട്ടവരെ, ഈ അന്ത്യകാലത്തിൻ്റെ പല ലക്ഷണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. എന്നാൽ കർത്താവ് തന്നെ പറഞ്ഞ ആ നിലയിലുള്ള മറ്റൊരു ലക്ഷണം നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ നിറവേറിയതിനെക്കുറിച്ചുകൂടെ നമുക്ക് വേഗത്തിൽ പറഞ്ഞ് സാഗ്ബേർ സംസാരിച്ച കാര്യത്തോട് ചേർത്ത് നമുക്ക് ഈ കാര്യങ്ങളെ പറഞ്ഞ് കൃത്യസമയത്ത് തന്നെ അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. അവിടെ എന്താ കർത്താവ് അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞേക്കുന്നത്? നമ്മൾ തുടക്കത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായമാണല്ലോ വായിച്ചത്. അവിടെ ലോകാവസാനത്തിനുമൊക്കെയുള്ള ലക്ഷണങ്ങൾ പറഞ്ഞു തരണം എന്ന് ശിഷ്യന്മാർ ചോദിച്ചു. യേശു പല കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ അതിൻ്റെ 32-ാം വാക്യത്തിൽ ഇതാ മറ്റൊരു കാര്യം പറയുന്നു. അതെന്താ? അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിൻ്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനലടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ വാതിക്കലായിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. അത്തി, നമ്മൾ നേരത്തെ പല കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെ? യുദ്ധങ്ങളെക്കുറിച്ച് പറഞ്ഞു, ക്ഷാമത്തെക്കുറിച്ച് പറഞ്ഞു, പ്രകൃതിക്ഷോഭത്തെക്കുറിച്ച് പറഞ്ഞു, 4-ാമത് ജ്ഞാനം വർദ്ധിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു, 5-ാമത് ലോകസഞ്ചാരം വർദ്ധിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു, 6-ാമത് സുഖഭോഗ തൃഷ്ണ, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായിട്ട് സമൂഹമായിരിക്കും എന്ന് കണ്ടു. 7-ാമത് ഇതാ കർത്താവ് തന്നെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ലക്ഷണമാണ് അത്തി. അത്തി എന്ന് പറയുന്നത് എന്താ? ഇസ്രായേലാണ്. നമുക്കറിയാം, ഇസ്രായേല് തളിർക്കുന്നു. അത്തി തളിർക്കുക, അത്
അത് സംഭവിക്കുമ്പോൾ വേനലടുത്തു. ഇസ്രായേലിന് എന്താ സംഭവിച്ചത്? ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന പല പ്രിയപ്പെട്ടവരും ഇതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളവരാണ്. ചെറുപ്പക്കാര് ഇത് സംബന്ധിച്ച് പല സന്ദേശങ്ങൾ കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണ്. എന്നാൽ നമ്മളോട് ആരെങ്കിലും ഒരാൾ ചരിത്രത്തിൽ നിന്ന് നിങ്ങൾ പറയുന്നത് പോലെ കർത്താവ് വരും, ദൈവം വീണ്ടും വരുമെന്നൊക്കെ പറയാൻ എന്തെങ്കിലും ഒരു ലക്ഷണം പറയാമോ എന്ന് ചോദിച്ചാൽ നമുക്ക് അവരോട് പറയാവുന്ന ഒരു മറുപടി എന്താ? ഇസ്രായേൽ എന്നുള്ളതാണ്. ഇത് ഞാൻ ഒരു സംഭവം കേട്ടിട്ടുള്ളതാണ്. ഒരു വേദപണ്ഡിതനായ ഒരാളോട് ഒരു ലോകത്തിൻ്റെ ജ്ഞാനമുള്ള ഒരാൾ വന്നിട്ട് ഇതുപോലെ ചോദിച്ചു, നിങ്ങൾ വലിയ ബൈബിളൊക്കെ പറയുമല്ലോ, ആട്ടെ നിങ്ങൾ ഈ പറയുന്നത് പോലെ നിങ്ങൾ ബൈബിളിൽ നിന്ന് പറയുന്നു കർത്താവ് വരും, രണ്ടാമത് വരും, എല്ലാവരെയും ചേർക്കും, അല്ലാത്തവർക്ക് ശിക്ഷാവിധി ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു. ഇതിനൊക്കെ എന്തെങ്കിലും തെളിവുണ്ടോ? നമ്മുടെ ചരിത്രത്തിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്കൊന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒറ്റ വാക്കുകൾ പറയാൻ ഒക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ വേദപണ്ഡിതൻ പറഞ്ഞു, പറയാമല്ലോ, ഒറ്റ വാക്കിൽ പറയണം, ഒറ്റ വാക്കിൽ പറയാം. എന്നാ പറ. അത് ഞാൻ പറയാം, ഇസ്രായേൽ എന്നാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് വെച്ചാൽ അത് തന്നെയാണ് കർത്താവ് ഇവിടെ പറഞ്ഞേക്കുന്ന അത്തിയുടെ തളിർപ്പ്. എന്താ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് സംഭവിച്ചത്? നമുക്കറിയാം. എന്താ? കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിന് ശേഷം ഒരു 40 വർഷം കഴിഞ്ഞപ്പോൾ AD 70 ആ സൈന്യാധിപൻ ടൈറ്റസ് വന്ന് യഹൂദന്റെ ദേവാലയം നശിപ്പിച്ച് അവനെ ലോകത്തിൽ പലയിടത്തായിട്ട് ചെതറിച്ചു. ലോകത്തിൽ പലയിടത്തായിട്ട് ഏതാണ്ട് 130 രാജ്യങ്ങളിൽ ഇസ്രായേൽ യഹൂദൻ ചെതറിപ്പോയത് 1-2 വർഷമൊന്നുമല്ല, ഏതാണ്ട് 2000-ഓളം വർഷം, അല്ലെങ്കിൽ 1900-ൽ പരം വർഷങ്ങൾ അവർ ചെതറിപ്പോയി. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ ഒക്കുമോ? 1900-ൽ പരം വർഷങ്ങൾ ഒരു ജനം, ഒരു ജാതി ലോകത്തിൽ 130 രാജ്യങ്ങളിൽ ചെതറിപ്പോയിട്ട് അവരുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുത്താതെ 1900-ഓളം വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവർ തിരികെ വരിക എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ ഒക്കുന്ന ഒരു കാര്യമല്ല. ലോകത്ത് വേറൊരു ജനതയെക്കുറിച്ചും ഇങ്ങനെ നടന്നിട്ടില്ല. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാജ്യം അങ്ങനെയാണ് ഉണ്ടായത്. അവര് AD 70 ലോകം മുഴുവൻ ചിതറിക്കപ്പെട്ടു പോയി. കർത്താവിനെ ക്രൂശിച്ച് 40 വർഷം കഴിഞ്ഞപ്പോൾ ടൈറ്റസ് വന്ന് അവരുടെ ദേവാലയം നശിപ്പിച്ചു. കല്ലിന്മേൽ ശേഷിക്കാതെ എല്ലാം ഇടിച്ചു നിരത്തി. ഇവരെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ചിതറിപ്പിച്ചു. 130 രാജ്യങ്ങളിലാണ്. ഇവിടെ കേരളത്തിലും വന്നത് നമുക്കറിയാം. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അവരിവിടെ ഉണ്ടായിരുന്നു. എത്ര നാളാ? 100 വർഷമാണോ? 200 വർഷമാണോ? 500 വർഷമാണോ? 1000 വർഷമാണോ? 1500 വർഷമാണോ? 1900 വർഷം ഇവര് പലയിടത്തായിട്ട് ചെതറിക്കപ്പെട്ടു പോയി. എന്നാൽ അതിനുശേഷം എന്ത് സംഭവിച്ചു? 1948-ൽ അവർക്ക് അവരുടേതായ രാജ്യം, ആ സ്വദേശം കിട്ടി. നമുക്കറിയാം, നമ്മളിതൊക്കെ കേട്ടിട്ടുള്ളതാണ്. 2ാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലർ അവരിൽ 60 ലക്ഷം യഹൂദന്മാരെ കൊന്നൊടുക്കി. അതിൽ 15 ലക്ഷം പേര് കുഞ്ഞുങ്ങളായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. 15 ലക്ഷം കുഞ്ഞുങ്ങൾ. ഒരൊറ്റ കുഞ്ഞിനെ കൊല്ലുന്നുവെന്ന് സങ്കല്പിച്ച് നോക്ക്. എന്നിട്ട് 15 ലക്ഷം കുഞ്ഞുങ്ങൾ, 60 ലക്ഷം ആളുകൾ, ഇത്രയും പേരെ ഹിറ്റ്ലർ കൊന്നപ്പോൾ ലോകത്തിൻ്റെ മനസാക്ഷി ഇസ്രായേലിന് അനുകൂലമായിട്ട് ഉണർന്നു. അവർ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ചിതറിക്കിടക്കണ്ട, നിങ്ങൾ എവിടെയെങ്കിലും താമസിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, യഹൂദന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് താമസിക്കാൻ ഒരിടമേ ഉള്ളൂ. അതേതാ? ഞങ്ങൾക്കായിട്ട് ഞങ്ങളുടെ അബ്രഹാം പിതാവിന് കൊടുത്ത ആ നാടുണ്ടല്ലോ, ആ പാലസ്തീൻ, അവിടെ ഞങ്ങൾക്ക് താമസിക്കാനൊക്കെ ഉള്ളൂ. ഉടനെ എല്ലാവരും ഇവിടെ പറഞ്ഞു, നിങ്ങൾ അവിടെ താമസിച്ചാൽ വലിയ പ്രശ്നമോ? അവിടെ താമസിച്ചാൽ എന്താ? അവിടെ താമസിച്ചാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ടൊക്കുകയില്ല. കാരണം അത് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ സ്ഥലമെന്ന് പറയുന്നിടത്ത് 23 മുസ്ലിം രാജ്യങ്ങളാണ് ചുറ്റും കിടക്കുന്നത്. അവരുടെ ഇടയിൽ ചെന്ന് നിങ്ങൾ
ഞങ്ങളുടെ രാജ്യമാണ്, ഞങ്ങളുടെ പിതാവിന് തന്നതാണെന്നും പറഞ്ഞ് അവിടെ ചെന്ന് താമസിച്ചാൽ എന്തോ പറ്റും? ഉടനെ തന്നെ ഈ 23 മുസ്ലിം രാജ്യങ്ങളോട് ഒന്നിച്ച് നിങ്ങളെ ഇല്ലാതെയാക്കി തീർക്കും എന്ന് പറഞ്ഞു. പക്ഷെ അവരെന്ത് ചെയ്തില്ല? അവർ പറഞ്ഞു, ഒക്കുകയില്ല, ഞങ്ങൾക്ക് അവിടെ തന്നെ വേണം എന്ന് പറഞ്ഞു. കാരണം ദൈവം ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തതാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. എത്രയോ വാക്യങ്ങളുണ്ട്. യിരെമ്യാവിന്റെ പുസ്തകം 30-ാം അധ്യായം 3-ാമത്തെ വാക്യം നോക്കുക. ദൈവം BC, കർത്താവ് വരുന്നതിന് മുമ്പ് BC അവരോട് അരുളി ചെയ്തതാ. എന്താ അവിടെ പറയുന്നത്? ഇസ്രായേലിനെയും യഹൂദയെയും അവരുടെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് മടക്കി വരുത്തും, അവർ അതിനെ കൈവശമാക്കും. അവരെ എവിടെ മടക്കി വരുത്തുമെന്നാ യിരെമ്യാവ് 30:3 പറയുന്നത്? അവരുടെ പിതാക്കന്മാരുടെ ദേശത്തേക്ക്. മറ്റ് ലോകരാഷ്ട്രങ്ങൾ പറഞ്ഞു, നിങ്ങൾ അവിടെ പോകണ്ട, നമ്മൾ ആഫ്രിക്കയിലോ അല്ലെങ്കിൽ ഇപ്പൊ കാനഡയിലോ അല്ലെ അമേരിക്കയുടെ ഏതെങ്കിലും ഭാഗത്തോ മറ്റ് നിങ്ങളെ ആ നിലയിൽ ശത്രുക്കളായി കാണാത്ത, നിങ്ങളെ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും, നിങ്ങളോട് വലിയ വഴക്കില്ലാത്ത ആരുടെയും അടുത്ത് കുറച്ച് സ്ഥലം ഞങ്ങൾ സംഘടിപ്പിച്ച് തരാം, അവിടെ താമസിച്ചോ എന്ന് പറഞ്ഞതാ. പക്ഷെ അവർ പറഞ്ഞു പറ്റുകയില്ല. കാര്യം ഞങ്ങൾക്കുള്ള വാഗ്ദാനം എന്താ? ഞങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദേശം തന്നെ ഞങ്ങൾക്ക് ദൈവം തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. യിരെമ്യാവ് 30:3. ആമോസ് 9:15 നോക്കുക. ആമോസ് 9:15, ആമോസിലെ അവസാന വാക്യമാണ്. അവിടെ എന്താ പറയുന്നത്? ഞാൻ അവരെ അവരുടെ ദേശത്ത് നടും. എവിടെയെങ്കിലും നടുകല്ല, ആഫ്രിക്കയെ കൊണ്ടുപോയി നടുകല്ല, അമേരിക്ക കൊണ്ടുപോയി നടുകല്ല, അവരുടെ ദേശം. അവരെവിടെ നിന്ന് AD 70 ചിതറിക്കപ്പെട്ടു പോയോ ആ കനാൻ നാട്ടിൽ തന്നെ ഞാൻ കൊണ്ടുവന്ന് അവരെ നടും, അവരെ ഇനി അവിടെ നിന്ന് പറിച്ചു കളയുകയുമില്ല എന്ന് ആമോസ് 9:15 നമ്മൾ കാണും. എസ്കേൽ 36:24 നോക്കുക. എസ്കേൽ 36:24. ഞാൻ പല വാക്യങ്ങൾ പറഞ്ഞു. യിരെമ്യാവ് 30:3, ആമോസ് 9:15, എസ്കേൽ 36:24. അവിടെ കർത്താവ് ഇസ്രായേൽ മക്കളോട് പറയുന്നു, ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശത്ത് നിന്ന് നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. നിങ്ങളിപ്പം പലയിടത്ത് ചിതറിക്കിടക്കുക, നിങ്ങളെ ആ ജാതികളുടെ ഇടയിൽ നിന്നെല്ലാം കൂട്ടും, എന്നിട്ട് സകല ദേശത്ത് നിന്ന് നിങ്ങളെ ശേഖരിക്കും. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു, ഇന്ത്യയിലെ മണിപ്പൂരിലുണ്ടായിരുന്നു. ഇവിടെ നിന്നൊക്കെ 1948 അവർക്ക് രാജ്യം കിട്ടിയപ്പോൾ ഇവിടെ നിന്നൊക്കെ ഉള്ളവര് അവിടെ ജാതികളുടെ ഇടയിൽ നിന്ന് അവരെ ശേഖരിച്ച് അവരെ സ്വദേശത്തേക്ക് കൊണ്ടുപോകും എന്ന് എസ്കേൽ 36:24 നമ്മൾ വായിച്ചതുപോലെ ദൈവം ചെയ്തു. അവരൊക്കെ അവിടെ പോയി. എന്നിട്ടെന്താ? അന്ന് അവർക്ക് കുറച്ച് സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 1967 6 ദിവസത്തെ യുദ്ധത്തിൽ അവർക്ക് യെരുശലേം ഉൾപ്പെടെ അവരുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം കിട്ടി എന്ന് നമുക്കറിയാം. ചരിത്രമാണിത്. നമ്മുടെ മുമ്പിൽ, നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ നടന്ന കാര്യമാണ്. ഇങ്ങനെ നടക്കും. ഇത് സംഭവിക്കുമ്പോൾ നിങ്ങൾ എന്തോ പഠിച്ചോണം. നിങ്ങൾ അത്തി തളിർക്കുന്നു. ഫലമെന്താ? കർത്താവിൻ്റെ വരവടുത്തു, വേനലടുത്തു. അത് സംഭവിക്കുമ്പോൾ ആ തലമുറ ഒഴിഞ്ഞു പോകയില്ല. ഞാൻ അടുക്കൽ വാതുക്കലായിരിക്കുന്നു. നമ്മൾ മത്തായി 24, 32, 33 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചത് അതാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? കർത്താവിൻ്റെ വരവ് അടുത്തു എന്ന് വെറുതെ പറയുന്നതല്ല. അതിന് 6 കൂട്ടം യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, അതുപോലെ തന്നെ പല കാര്യങ്ങൾ നമ്മൾ അക്കമിട്ട് പറഞ്ഞു. ഒടുവിലായിട്ട് ചരിത്രത്തിൽ നിന്ന്, നമ്മുടെ കൺമുൻപിൽ നിന്ന് തന്നെ ഒരു രാജ്യത്തെക്കുറിച്ച് പറഞ്ഞു. അത് ഇസ്രായേൽ എന്ന് പറയുന്ന ആ രാജ്യമാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാജ്യം, അവിടെ കാര്യങ്ങളെല്ലാം ശരിയായി മുന്നോട്ട് വരുന്നു. അപ്പൊ കർത്താവിൻ്റെ വരവ് അടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് എന്ത് ചെയ്യണം? അതാണല്ലോ പ്രസക്തം. നമ്മൾ അല്പം മുമ്പ് കേട്ടു, എന്താ? നമ്മൾ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിക്കണം. ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിക്കണം. ആരോടെങ്കിലും ക്ഷമ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കണം. ക്ഷമയെക്കുറിച്ച് നമ്മൾ കേട്ടു. എന്ന് പറഞ്ഞതുപോലെ കർത്താവ് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ വേനലടുത്തു,
കർത്താവിൻ്റെ വരവടുത്തു എന്ന് നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയാൽ നമ്മളെന്തോ വേണം? ഏത് കാര്യത്തിൽ ശ്രദ്ധിക്കണം? പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടോ, നമ്മൾ മത്തായി 24 വായിച്ചുകൊണ്ടിരുന്നത്. അത് അവസാനിച്ചിട്ട് അടുത്ത അധ്യായം, ഈ അധ്യായങ്ങളൊക്കെ പിന്നീട് തിരിച്ചതാണെന്ന് നിങ്ങൾക്കറിയാം. മത്തായി 25 തുടക്കത്തിൽ എന്താ പറയുന്നത്? 24 മുഴുവൻ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ തന്നെ പറയുന്നത്. നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് വായിച്ചു നോക്കുക. അതിന്റെ തുടർച്ചയായിട്ട് 25 അധ്യായത്തിൽ പറയുന്നു. എന്തോ പറയുന്നു? കർത്താവ് ഒരു ഉപമ പറയുന്നു. നമുക്കെല്ലാവർക്കും പരിചിതമായ ഉപമയാണ്. എന്താ? 10 കന്യകമാര്, അവര് മണവാളനെ കാത്തിരിക്കുന്നു. അതിൽ 5 പേര് ബുദ്ധിയുള്ളവര്, 5 പേര് ബുദ്ധിയില്ലാത്തവർ. ബുദ്ധിയുള്ളവർ എന്തോ എടുത്തു? എണ്ണയുടെ ഒരു കരുതൽ ശേഖരം എടുത്തു. ബുദ്ധിയില്ലാത്തവര് എണ്ണ വേണ്ടത്ര കൈക്കൊണ്ടില്ല. ഫലം എന്താ? എണ്ണയുടെ ശേഖരമുള്ളവരെ, അതുപോലെ തന്നെ ബുദ്ധിയുള്ള കന്യകമാരെ മണവാളൻ വന്ന് ചേർത്തു. ആ എണ്ണ കുറവുള്ളവര് കൈവിടപ്പെട്ടു പോയി. ഇതാണ് കർത്താവ് മത്തായി 25 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ആദ്യത്തെ പാരഗ്രാഫിൽ ഈ ഒരു ഉപമയോട് അതിനോട് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. 24 തുടർച്ചയാണ് 25. ഞാൻ പറഞ്ഞു, പിന്നീടാണ് ഇത് അധ്യായങ്ങളായിട്ടൊക്കെ തിരിച്ചത്. പ്രിയപ്പെട്ടവരെ, അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ? എണ്ണയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇസ്രായേലിന്റെ കാര്യമൊക്കെ കേട്ടു, കർത്താവിന്റെ വരവ് അടുത്തു. ശരി, അതുകൊണ്ട് ഞാൻ എന്തോ വേണം? ഞാൻ എണ്ണ സംഭരിക്കണം. എന്താ ഈ എണ്ണ? എണ്ണ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ മറ്റു പലയിടത്തും ഇല്ലാത്ത ഒരു രസകരമായ ഒരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ എണ്ണയ്ക്ക് ഒരു നാനാർത്ഥം മലയാളത്തിലുള്ളത് എന്താണെന്നറിയാമോ? സ്നേഹമെന്ന്. നമ്മള് ഈ അന്ത്യകാലഘട്ടത്തിൽ മണവാളനെ എതിരേൽപ്പാൻ 10 കന്യകമാര് പോവുക. മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധം എന്തിൻ്റെ അടിസ്ഥാനത്തിലാ? സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാ. അപ്പോ ഈ സ്നേഹത്തിൽ, കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹത്തിൽ, അതുപോലെ തന്നെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ അന്യോന്യമുള്ള സ്നേഹം, ലംബമായ സ്നേഹം, തിരശ്ചീനമായ സ്നേഹം, ഈ 2 സ്നേഹത്തിലും നമ്മൾ വർദ്ധിച്ചു വരണം. ആ വർദ്ധിച്ചു വരവ് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു വിവാഹത്തിന് മണവാളനെ എതിരേൽക്കാൻ മണവാട്ടി ചെല്ലുമ്പം മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധം ഏറ്റവും ഏത് കാര്യത്തിലാ ഊഷ്മളമായിരിക്കുന്നത്? സ്നേഹത്തിന്റെ കാര്യത്തിലാ. നമ്മള് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം എഫേസോസ് സഭയെക്കുറിച്ച് പറയുന്ന ആരോപണം എന്താ? നിങ്ങൾ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മള് കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹത്തെ എടുത്തു കളയാനാണ് പിശാച് എപ്പോഴും ശ്രമിക്കുക. നമ്മൾ 2 കൊരിന്ത്യർ 11 2-3 വാക്യങ്ങൾ നമുക്ക് പരിചിതമായ വാക്യങ്ങളാണ്. 2 കൊരിന്ത്യർ 11 2-3 വാക്യങ്ങൾ. അവിടെ എന്താ? അവിടെ കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധമാ പറയുന്നത്. കർത്താവുമായിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞു. വിവാഹത്തിനായിട്ട് കർത്താവ് വന്ന് ചേർക്കാനായിട്ട് ആ കന്യകമാരെ പോലെ നമ്മൾ കാത്തു നിൽക്കുമ്പം നമ്മളെ കൈവിടപ്പെടുത്താൻ, നമ്മളെ വിട്ടുകളയാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ട്. ആ ആളിന്റെ പേരെന്താ? പിശാച്. അവൻ എന്തിലാ പ്രവർത്തിക്കുക? 2 കൊരിന്ത്യർ നമ്മളിപ്പോൾ വായിച്ച 11 2-3 വാക്യങ്ങളിൽ നമ്മൾ കാണുമ്പോൾ, ക്രിസ്തു എന്ന ഏകപുരുഷനുമായിട്ട് വിവാഹ നിശ്ചയം ചെയ്ത ആളിനെ എന്തോ ചെയ്യും? ആ ആളിൻ്റെ കർത്താവുമായിട്ടുള്ള ഒരു സിമ്പിൾ പ്യുവർ ഡിവോഷൻ, നിർമ്മലമായ ഏകാഗ്രമായ ഒരു ഭക്തി, ഒരു സ്നേഹം, അതിനെ എടുത്തു കളയാനാണ് പിശാച് ശ്രമിക്കുക. അപ്പൊ കണ്ടോ, കർത്താവിന്റെ വരവ് അടുത്തു. നമ്മിൽ നിന്ന് എന്തെടുത്തു കളയും? പിശാച് എന്തിനാ ശ്രമിക്കുന്നത്? കർത്താവിനോടുള്ള നമ്മുടെ ഊഷ്മളമായ ബന്ധം, അത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന സ്നേഹം, അല്ലെങ്കിൽ സ്നേഹത്തെക്കുറിച്ച് തന്നെ അതിൻ്റെ നാനാർത്ഥമായിട്ട് പറഞ്ഞിരിക്കുന്ന എണ്ണ, അതിനെ എടുത്തു കളയാനാണ് പിശാച് ശ്രമിക്കുക. നമ്മൾ ഈ കാര്യം ഗൗരവത്തോടെ എടുത്ത് ആ കർത്താവിനോടും നമ്മുടെ സഹവിശ്വാസികളോടുമുള്ള
സ്നേഹത്തെ നമ്മൾ അതിനെ കൂടുതൽ കൂടുതൽ നമ്മൾ കരുതലാക്കി നമ്മൾ ശേഖരിച്ചു വയ്ക്കാൻ നമ്മൾ നമ്മളെ തന്നെ ആ നിലയിൽ ശ്രമിക്കുകയും അതിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുകയും വേണം എന്നാണ് ഈ ഭാഗം നമ്മളോട് പറയുന്നത്. അന്യോന്യമുള്ള സ്നേഹത്തിൽ എന്ത് പെടും? ക്ഷമിക്കാതെ സ്നേഹിക്കാൻ ഒക്കുമോ? ഇപ്പം നമ്മൾ കേട്ട ക്ഷമയെക്കുറിച്ചും കുടുംബത്തിൽ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, സമൂഹത്തിൽ, സഭയിൽ, സഹോദരങ്ങളുടെ ഇടയിൽ, മരുമകളും അമ്മായിയമ്മയും തമ്മിൽ, അങ്ങനെയൊക്കെയുള്ള പല ബന്ധങ്ങളിൽ ക്ഷമിക്കാതെ ഇരിക്കുകയും അതേസമയം സ്നേഹിക്കുകയും ചെയ്യാൻ ഒക്കുമോ? ഇല്ല, ഇല്ല. സ്നേഹത്തിന്റെ നേരെ എതിര് ക്ഷമിക്കാത്തതാണ്, കയ്പാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ നിന്ന് എന്തെടുത്തു കളയാനാ പിശാച് ശ്രമിക്കുന്നത്? കർത്താവ് പറഞ്ഞു 2 കൽപ്പനകളാ. അത് സത്യത്തിൽ 1, മുകളിലോട്ട് ദൈവത്തോടുള്ള ബന്ധം, സഹോദരന്മാരോടുള്ള ബന്ധം, 2 സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. ഇതിനെ എടുത്തു കളയാൻ പിശാച് ശ്രമിക്കും. ഇതാണ് നമ്മളിപ്പോൾ കേട്ടത്, പല നിലയിൽ കേട്ടത്. അതുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞ് നമുക്ക് ജാഗ്രതയായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ എന്താ വേണ്ടത്? രണ്ടാം വരവിൻ്റെ കുറേ ലക്ഷണങ്ങൾ, യുദ്ധമുണ്ട്, ക്ഷാമമുണ്ട്, ഭൂകമ്പമുണ്ട്, അല്ലെ ഇസ്രായേലിന് അങ്ങനെ സംഭവിച്ചു, ഇതെല്ലാം പഠിച്ച് നമ്മുടെ തലച്ചോറിൽ ശേഖരിച്ചുകൊണ്ട് പ്രയോജനമില്ല. നമ്മുടെ ഹൃദയം കർത്താവിനോടുള്ള ഏകാഗ്രവും നിർമ്മലവുമായ ഒരു ഭക്തിയിലാണോ, ഒരു സ്നേഹത്തിലാണോ? ആ സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിച്ച് സഹോദരന്മാരോടും സഹോദരിമാരോടും സമൂഹത്തിലുള്ള മറ്റുള്ളവരോടും ഒരു സ്നേഹം, ആ തിരശ്ചീനമായ ഒരു സ്നേഹം നമ്മൾ കൈയാളുന്നുണ്ടോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യുകയും അതിൽ വർദ്ധിച്ചു വരികയുമാണ് നമ്മൾ വേണ്ടത്. ആ കാര്യത്തിൽ ക്ഷമിക്കാത്ത എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ആ കാര്യത്തിൽ കൂടുതൽ ഗൗരവം എടുക്കണം എന്നാണ് സാഗ് ബെയറിൽ നിന്ന് നമ്മൾ കേട്ടത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ കാര്യങ്ങളെ ഗൗരവമായിട്ട് എടുക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയും ചെയ്യാം. നമ്മളെന്താ ചിന്തിച്ചത്? കർത്താവിൻ്റെ വരവടുത്തു. ലോക സംഭവങ്ങൾ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ വരവിന് എന്തുണ്ട്? അടയാളങ്ങളുണ്ട്. ശിഷ്യന്മാർ ചെന്ന് കർത്താവിനോട് ഒലിവുമലയിൽ വെച്ച് ചോദിച്ചു, കർത്താവേ, നീ പറഞ്ഞല്ലോ ഈ യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെടുമെന്നും ഒക്കെ പറഞ്ഞല്ലോ. ഇതിനൊക്കെയുള്ള എപ്പോഴാ സംഭവിക്കുന്നത്? അതിൻ്റെ ലക്ഷണം എന്താ? കർത്താവ് തന്നെ പല ലക്ഷണങ്ങൾ പറഞ്ഞു. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, അതുപോലെ ലോകസഞ്ചാരം വർദ്ധിക്കും, വിജ്ഞാന തൃഷ്ണ വർദ്ധിക്കും, അതുപോലെ ഭോഗതൃഷ്ണ, ആ നിലയിലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഇന്ന് ലോകത്ത് വർദ്ധിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഒപ്പം കർത്താവ് മത്തായി 24 തന്നെ 32 വാക്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷണവും പറഞ്ഞു. അതെന്താ? അത്തി ഇസ്രായേൽ. നോക്കുക, 1900-ൽ പരം വർഷങ്ങൾ, 1900-ൽ പരം വർഷങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ 130 രാജ്യങ്ങളിൽ ചെതറിപ്പോയിട്ട് പിന്നെ ഒരു ജാതിയും മടങ്ങി വന്നിട്ടില്ല, ഇസ്രായേൽ ഒഴികെ. പക്ഷെ ഇസ്രായേൽ മടങ്ങി വന്നു. എന്താ? കർത്താവ് പറഞ്ഞു, അത്തി തളിർക്കും. അതെന്തിൻ്റെ ലക്ഷണമാ? വേനൽ അടുത്തു, എൻ്റെ വരവടുത്തു എന്നതിൻ്റെ ലക്ഷണമാണ്. അങ്ങനെ ഇസ്രായേൽ രൂപപ്പെട്ടു. 67-ൽ അവർ യെരുശലേമും അവരുടെ കയ്യിലായി. അങ്ങനെ ദൈവം പറഞ്ഞു, അവരെ എവിടെങ്കിലും നടുകല്ല, അവരെ സ്വദേശത്തേക്ക് തന്നെ ഞാൻ മടക്കി കൊണ്ടുവരും. അവരുടെ പിതാക്കന്മാരുടെ നാട്ടിൽ തന്നെ ഞാൻ കൊണ്ടുവന്ന് നടും എന്ന് പറഞ്ഞു. യിരെമ്യാ 30:3 നമ്മൾ കണ്ടു. ആമോസിന്റെ പുസ്തകത്തിലെ അവസാന വാക്യം നമ്മൾ വായിച്ചു. എസ്കേലിൽ നിന്ന് നമ്മൾ വായിച്ചു. പ്രിയപ്പെട്ടവരെ, ബൈബിൾ എത്ര ശരിയാണ്. എവിടെയെങ്കിലും അവരെ നടുകല്ല, അവരുടെ പിതാക്കന്മാരുടെ ദേശത്ത്, അവരുടെ സ്വന്തം നാട്ടിൽ, അവിടെ തന്നെ. അവരുടെ ചുറ്റുപാടും അവരുടെ ശത്രുക്കളായ 23 രാജ്യങ്ങളുണ്ടെങ്കിലും അവിടെ തന്നെ നടും. ഹല്ലേലൂയ. അത് നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സംഭവിച്ചു. ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് മത്തായി 24-ന്റെ തുടർച്ചയായിട്ട് 25-ാമത്തെ അധ്യായത്തിൽ നമുക്ക്
കർത്താവിൻ്റെ സഭയായ നമുക്ക് സംഭവിക്കാവുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കർത്താവ് ഒരു മുന്നറിയിപ്പ് ആ നിലയിൽ ഒരു ഉപമയായിട്ട് പറഞ്ഞു. എന്താ? എണ്ണയില്ലാതെ പോകും. എണ്ണ എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. നമുക്ക് കർത്താവിനോടുള്ള നമ്മുടെ ബന്ധം എങ്ങനെ ഇരിക്കുന്നു? ഒരു സിമ്പിൾ പ്യുവർ ഡിവോഷൻ നമ്മൾ രക്ഷിക്കപ്പെട്ട കാലത്ത് ഉണ്ടായിരുന്നത് ഇപ്പം നമുക്കുണ്ടോ? കർത്താവിനോട് ഏകാഗ്രവും നിർമ്മലവുമായ ഒരു ഭക്തിയും സ്നേഹവും ഇപ്പോൾ നമുക്കുണ്ടോ? അതുപോലെ തന്നെ നമ്മളോട് കർത്താവ് ചേർത്തിട്ടുള്ള നമ്മുടെ സമൂഹത്തിലെ, നമ്മുടെ സഭയിലെ, മറ്റ് വീട്ടിലെ ഒക്കെ മറ്റ് മനുഷ്യരോട് ആ തിരശ്ചീനമായ ബന്ധത്തിൽ ഒരു സ്നേഹമുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെടുത്തു കളയാൻ പിശാച് ശ്രമിക്കും. കാര്യം, ആ എണ്ണ എടുത്തു കളഞ്ഞാൽ ഇവർ കൈവിടപ്പെടുമെന്ന് പിശാചിനറിയാം. അതുകൊണ്ട് സഹോദര സഹോദരി, നമ്മുടെ ഹൃദയത്തിലുള്ള കയ്പും പകയും ഒക്കെ കൊച്ചു കാര്യമായിട്ട് എടുക്കല്ലേ. അതെന്താ? എണ്ണ ഇല്ലാതാക്കാനുള്ള പിശാചിൻ്റെ തന്ത്രമാണ്. സ്നേഹമില്ലാതാക്കാനുള്ള പിശാചിൻ്റെ തന്ത്രമാണത്. അതുകൊണ്ട് അതിനെതിരെ ജാഗ്രതയായിട്ട് നിൽക്കുക, സ്നേഹത്തിൽ തുടരുക, അതിൻ്റെ ഭാഗമായിട്ട് ക്ഷമിക്കേണ്ടത് ക്ഷമിക്കുക, കയ്പ് മാറ്റിക്കളയുക, പക വിട്ടുകളയുക, നല്ലൊരു മനസാക്ഷി സൂക്ഷിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, ഞങ്ങളോട് കർത്താവേ, ഈ കോൺഫറൻസിൻ്റെ ആദ്യ സെഷനിൽ തന്നെ ഞങ്ങളോട് അവിടുന്ന് കർത്താവെ ഞങ്ങളുടെ ആവശ്യത്തിലേക്ക് വിരൽ ചൂണ്ടി ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങളെ ബുദ്ധിയില്ലാത്ത കന്യകമാരെ പോലെ കർത്താവെ കൈവിടപ്പെടുവാനിടയാകാതെ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ആ സ്നേഹത്തിൻ്റെ ഒരു കരുതൽ ശേഖരം ഞങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവെ സംഗ്രഹിപ്പാൻ ഞങ്ങൾക്കെല്ലാവർക്കും അവിടുന്ന് കൃപ തരണമേ. അതാണല്ലോ കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടിയുള്ള ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുക്കം എന്ന് ഞങ്ങൾ ചിന്തിച്ചു. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളെ കൈവിടുകയില്ല. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഞങ്ങളെ കേൾപ്പിച്ചത്. ഈ കാര്യത്തെ ഗൗരവമായിട്ടെടുത്ത് കർത്താവെ ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണേ. പരിശുദ്ധാത്മാവേ, അതിനുള്ള ശക്തി ഞങ്ങൾക്ക് തരണേ. ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട്, സ്വന്തം കഴിവ് കൊണ്ട് ഇങ്ങനെ സ്നേഹത്തിൻ്റെ ഒരു ജീവിതം, ക്ഷമയുടെ ഒരു ജീവിതം, നല്ല ഒരു മനസാക്ഷി സൂക്ഷിക്കുന്ന ജീവിതം, കർത്താവുമായിട്ട് ഏകാഗ്രവും നിർമ്മലവുമായ ഒരു ഭക്തി നിലനിർത്തുന്ന ജീവിതം ഞങ്ങളെ കൊണ്ട് കഴിയുകയില്ല എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. കർത്താവ് അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ആ ശക്തിയാണ് ഞങ്ങളെ നിറയ്ക്കണേ. കർത്താവേ, ഹല്ലേലൂയ. അവിടുത്തെ വരവനായിട്ട് ഞങ്ങളെ ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹോദരന്മാർക്കായിട്ട് സ്തോത്രം, സഹോദരിമാർക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചെറുപ്പക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് കോൺഫറൻസിൽ ആ നിലയിൽ ഞങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങളെ അവിടുന്ന് ചൂണ്ടി തുടർന്ന് ഞങ്ങളോട് സംസാരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.